നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതുവരെ എഴുന്നേറ്റില്ലേ ഗൗതം? ഗൗതം എഴുന്നേക്ക്. കുറച്ചേരം കൂടെ ഉറങ്ങട്ടെ. ഹലോ, സമയം ഒരുപാടായി ഗൗതം, എഴുന്നേക്കൂ. എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ കുറച്ചേരം കൂടെ ഉറങ്ങട്ടെ. അയ്യോ നിധി, നിധി അകത്തേക്ക് വരാവോ? ആ വാ ആന്റി. ഗൗതം, നിർമ്മല ആന്റി വന്നു. എഴുന്നേക്ക്, എഴുന്നേക്ക്. ചുമ്മാ ഇരിക്കുന്നു. ഗൗതം ഉറങ്ങാനും സമ്മതിക്കും. കോഫി വന്നല്ലോ. അല്ല നിർമ്മലാമ്മ എന്തിനാ രാവിലെ എഴുന്നേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കിയേ? അതൊക്കെ നിധി ചെയ്തേനല്ലോ. അതിപ്പോ ഞാനുണ്ടാക്കിയാലെന്താ, മരുമോൾ ഉണ്ടാക്കിയാലെന്താ, രണ്ടും ഒരുപോലല്ലേ? അല്ല മരുമോളോ? നിർമ്മലാമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ആരെ ഉദ്ദേശിച്ചേ? അല്ല അത് പിന്നെ നിധി വീട്ടിലെ മരുമകളാണല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിർമ്മലാന്റെ അമ്മയെ പോലെയാണെന്ന് ഗൗതം അല്ലേ പറഞ്ഞത്? അപ്പം നിർമ്മലാന്റിക്ക് ഞാൻ മരുമകളെ പോലെ അല്ലേ? അല്ലേ? അത് ശരിയാ. കോഫി എടുക്ക. അതെ, ആദ്യം പോയി ഫ്രഷ് ആവ്, എന്നിട്ട് കോഫി കുടിച്ചാ മതി. ഉറക്കമുണർന്ന ബെഡിൽ ഇരുന്നുകൊണ്ട് കോഫി കുടിക്കണം. അതിന്റെ പേരാണ് ബെഡ് കോഫി. അതിന്റെ സുഖമൊന്നും വേറെ തന്നെയാ. നിനക്ക് അങ്ങനെ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ? ദേ, ഇതാണ് നിർമ്മലാന്റെ സ്വഭാവം. എല്ലാ ദിവസവും രാവിലെ ഇത്തരത്തിലാണ് എന്നോട് പെരുമാറുന്നത്. ഞാനൊരു പാവം ആയതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നേ ഉള്ളൂ. എന്താ നിർമ്മലമ്മ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിലിരുന്ന് തന്നെ ബെഡ് കോഫി അകത്താക്കണ്ടേ? ഇങ്ങതാ. നിധി പറഞ്ഞതാ അതിന്റെ ശരി. ബ്രഷ് ചെയ്തിട്ട് കോഫി കുടിക്കുന്നതാ നല്ലത്. ചെല്ലേ, പോയി ബ്രഷ് ചെയ്തിട്ട് വാ. ബെസ്റ്റ്. വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഗൗതം ചെല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മോളെ, മോൾ കോഫി എടുക്ക. സൂപ്പറായിട്ടുണ്ട്.